ഹലോ മക്കളെ, അപ്പൊ പരീക്ഷയൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിൽ ഒരുപാട് കുട്ടികൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ഐസോടോപ്പും ഐസോബാറും ചിലപ്പോഴൊക്കെ ഞങ്ങളോട് മാറിപ്പോവാറുണ്ട്, ഒരിക്കലും അത് ഓർത്തു വെക്കാൻ പറ്റുന്നില്ല സാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോ മക്കൾ എന്ത് ചെയ്യുക, ആദ്യം മുതൽ അവസാനം വരെ കാണുക. കൃത്യമായിട്ട് അത് ഓർത്തു വെക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. മക്കളെ, ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഐസോടോപ്പും ഐസോബാറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. ആ പേരിന്റെ അകത്ത് തന്നെ നമുക്ക് ആ ട്രിക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇതാ ഇവിടെ നോക്കൂ മക്കളെ, ആദ്യമായിട്ട് ഞാൻ ഇവിടെ എഴുതുന്നു ഐസോടോപ്പ് എന്ന് എഴുതി വെക്കുന്നു. ഐസോടോപ്പ്. ഓക്കെ, മലയാളത്തിലും നമ്മൾ എന്ത് എഴുതിക്കുന്നു, ഐസോടോപ്പ് എന്ന് എഴുതി വെക്കുന്നു. ഓക്കെ, ഇതിൽ ഒരൊറ്റ ലെറ്റർ മക്കൾ ഓർത്ത് കഴിഞ്ഞാൽ, ഒറ്റ വേർഡ്, അക്ഷരം നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരമായി. അതായത് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും ടോ എന്നുള്ള ഒരു ലെറ്റർ കാണുന്നുണ്ടാവും, ടോ എന്നുള്ള ഒരു ലെറ്റർ കാണുന്നുണ്ടാവും. അപ്പൊ ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് ഓടിയെത്തണം? സെയിം അറ്റോമിക് നമ്പർ. നോക്കുങ്ങളാ, സെയിം അറ്റോമിക് നമ്പർ, സെയിം അറ്റോമിക് നമ്പർ അല്ലെ, ഒരേ അറ്റോമിക നമ്പർ ഉള്ള ആളുകളാണ് അല്ലെ, ഒരേ അറ്റോമിക നമ്പർ ഉള്ള ആളുകളെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ല സാർ ഈ ടോ എവിടെയാണ് വരുന്നത്? നിങ്ങൾ നോക്കൂ മക്കളെ, നിങ്ങൾ നോക്കൂ ടോ, ദാ ഇവിടെ ഒരു ടോ കാണുന്നില്ലേ? അപ്പോ സെയിം അറ്റോമിക നമ്പർ ആണെങ്കിൽ ഐസോടോപ്പ് അല്ലെ. ഇനി ഇവിടെ എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോ അല്ലെ. അപ്പൊ ഐസോടോപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സെയിം അറ്റോമിക നമ്പർ ആണെന്ന് ഓർമ്മ വേണം. ഡിഫറെന്റ് മാസ് നമ്പറുമാണ് കേട്ടോ, വ്യത്യസ്തമായ മാസ് നമ്പറുമായിരിക്കും. ഈ ഒരൊറ്റ വേർഡിന്റെ അകത്ത് നിന്ന് നമുക്ക് കാര്യം മനസ്സിലാവും. അപ്പൊ സെയിം അറ്റോമിക നമ്പറുള്ള ആളുകളെയാണ് നമ്മൾ ഐസോടോപ്പുകൾ, അല്ലെങ്കിൽ ഒരേ അറ്റോമിക നമ്പറുള്ള ആളുകളെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പേരിന്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എക്സാമ്പിൾ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എക്സാമ്പിൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെയിം അറ്റോമിക നമ്പറുള്ള ആളെയാണ് നമ്മൾ H11, അതേപോലെ തന്നെ H12, അതേപോലെ തന്നെ H13 ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ പേര് യഥാക്രമം എന്താണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നാണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. എന്താണ് ഐസോടോപ്പും അതിന്റെ എക്സാമ്പിളും നമ്മൾ ഓർത്തു വെച്ചു. ഇതേപോലെ തന്നെ പേരിന്റെ അകത്ത് നിന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന അടുത്ത ഒരു വേർഡാണ് ഐസോബാർ എന്ന് പറയുന്നത്. ഐസോബാർ. ഓക്കെ, അപ്പൊ ഐസോബാർ എങ്ങനെയാണ് സാറേ ഓർത്ത് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ കേട്ടോളൂ ഇതാ ഐസോബാർ അല്ലെ. നിങ്ങൾ ഈ ഒരു വേർഡ് ഓർക്കുക, ബാമ എന്നുള്ള ഒരു വേർഡ് ഓർക്കുക. ബാമ, ഒരു കുട്ടിയുടെ പേര് ബാമ അല്ലെ. അപ്പൊ ഐസോബാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ബാമയെ ഓർമ്മ വരണം. ബാമ അല്ലെ, ബാമ. ഓക്കെ, അപ്പൊ എന്താണ് ബാമ എന്നുള്ളതായിരിക്കും നിങ്ങൾ നോക്കുന്നത്. ബാർ, ഐസോ ബാർ വന്നു കഴിഞ്ഞാൽ സെയിം മാസ് നമ്പർ ആണ് അല്ലെ. സെയിം മാസ് നമ്പർ ആണെങ്കിൽ അത് ഐസോ ബാർ ആണ്. ഒരേ മാസ് നമ്പർ ആണെങ്കിൽ അത് ഐസോ ബാർ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കാരണവശാലും മറന്നു പോകരുത്, ഐസോ ബാറുകൾക്ക് ഒരേ മാസ് നമ്പർ അല്ലെങ്കിൽ സെയിം മാസ് നമ്പർ ആയിരിക്കും എന്നുള്ളത്. അതിനും കൃത്യമായിട്ട് എക്സാമ്പിൾസുകൾ നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. അതാണ് ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം. ഓക്കെ, ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം. അതേപോലെ തന്നെ 18, 19, 20, 40 ഒരേ മാസ് നമ്പർ ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഒരേ മാസ് നമ്പർ. നേരത്തെ കണ്ടത് ഒരേ അറ്റോമിക നമ്പർ ആണ്. അപ്പൊ ഐസോടോപ്പും ഐസോബാറും ഇനി ഒരിക്കലും നിങ്ങളോട് മാറിപ്പോയില്ല. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, മറ്റേത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ സെയിം അറ്റോമിക നമ്പർ ഉള്ള ആളുകളെ ഐസോടോപ്പുകൾ എന്നും സെയിം മാസ് നമ്പർ ഉള്ള ആളുകളെ ഐസോബാറുകൾ എന്നും പറയുന്നു. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ മക്കളെ, അപ്പൊ ഐസോടോപ്പും ഐസോബാറും നല്ല അടിപൊളിയായി ട്രിക്കോട് കൂടി നിങ്ങൾ പഠിച്ചെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. മാത്രമല്ല ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ എജുപോർട്ടിന്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം രസകരമായിട്ടുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ ലൈവുകളൊക്കെ ഉണ്ട്. ലൈവിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരനെയും അതേപോലെ തന്നെ കൂട്ടുകാരിലേക്കൊക്കെ വിളിച്ചു വരിക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.